ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ തെങ്ങിന് ഉള്ളിലെ കൊമ്പൻ ചില്ലി പുഴു എങ്ങനെ തുരുത്താൻ നമുക്ക് നോക്കാവേ. കണ്ടോ, ഇത് ആക്ഷൻ 505 എന്ന ഒരു മരുന്നാണ്. അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി. ഈ മടലിൻ്റെ ഉള്ളിലാണ് പുഴു പാത്തിരിക്കുന്നത്. കൊമ്പൻ ചെല്ലിയേ അതിൻ്റെ പുഴുവേ ഇതുണ്ടോ, പശ പോലെ ഒരു ദ്രാവം വെള്ളം ഒലിച്ചു വരുവേ. അവിടെ നമ്മൾ വാക്കത്തി കൊണ്ട് ചെത്തി നോക്കണം, മടലെല്ലാം ചെത്തിക്കളയണം. അപ്പോൾ കാണാം പുഴു ഇങ്ങനെ മുറിച്ച് വരുന്നതാണ്. പുഴു നുരന്ന് വരുന്ന കാണാവേ. ഇതുപോലെ സ്പ്രേ ചെയ്യണം. ആ മരുന്ന് സ്പ്രേ ചെയ്താൽ മതി. ചിലർ പറയും പാറ്റാഗുളിയൊക്കെ വെച്ചാൽ പോകും. ഞങ്ങൾ പാറ്റാഗുളിയൊക്കെ നാൾ വെച്ച് നോക്കുകയാണ്. ഇതുകൊണ്ടോ, ഇങ്ങനെ എല്ലായിടത്തും സ്പ്രേ ചെയ്യണം. കുളിപ്പിക്കണം. ആ മരുന്ന് വെച്ച് സ്പ്രേ ചെയ്ത് കുളിപ്പിക്കണം. എല്ലായിടത്തും നല്ലപോലെ ചെത്തി വൃത്തിയാക്കണം. തെങ്ങ് ഒരിക്കലെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഒരുക്കണം. എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ തെങ്ങ് രക്ഷപ്പെടുകയുള്ളൂ. ഇതിൻ്റെ അകത്ത് കണ്ടോ കയറി കൂടിയേക്കുക. കൊമ്പച്ചെല്ലി വന്ന് മുട്ടയിട്ട് പുഴുവാകും. പുഴുവിനെയൊക്കെ എടുത്ത് കളയുന്ന വീഡിയോ ഉണ്ടേ, ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടേ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നോക്കിയാൽ കാണാം. ഇതുണ്ട് അപ്സൈറ്റ് എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ ലിക്വിഡ് രൂപത്തിലുള്ള അത് ഇതിൻ്റെ കൂടെ ചേർക്കാവേ. അപ്പോൾ എല്ലായിടത്തും നല്ല പെട്ടെന്ന് സ്പ്രെഡാവും. അപ്സൈറ്റ് കണ്ടോ, എല്ലായിടത്തും പെട്ടെന്ന് പടർന്നു വരും. അത് ഞങ്ങൾ എല്ലാം മരുന്ന് സ്പ്രേ ചെയ്യുമ്പോൾ ഇതും കൂടി ചേർക്കും, അപ്സൈറ്റൂടെ. അങ്ങനെ കൊമ്പൻ ചില്ലിയെ നമുക്ക് തുരുത്താം, പറപ്പിക്കണം. ഇത് തെങ്ങിൻ്റെ കൊമ്പൻ ചെല്ലിക്കുണ്ട്. 5 മില്ലി 1 ലിറ്റർ വാട്ടറിൽ എന്നിട്ട് ഒഴിച്ചിട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്യാം. ഇതിൻ്റെ പേര് ആക്ഷൻ 505. ഇങ്ങനത്തെ ഒരു മരുന്നൊക്കെ നമ്മുടെ വീട്ടിൽ വേണം. തെങ്ങൊക്കെ ഉള്ളവരുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു മരുന്ന് കരുതി വെക്കുക. കണ്ടോ, ആക്ഷൻ 505. ACTI ഓയിൽ ആക്ഷൻ 505. ഇതിൽ ആ കുപ്പിയെ തന്നെ എഴുതിയിട്ടുണ്ട് 5 മില്ലിന്ന് 1 ലിറ്റർ വാട്ടറിൽ. കണ്ടോ, രൂപത്തിലുള്ള പശ കണ്ടോ. അവിടെ നമുക്ക് വാക്കത്തി കൊണ്ട് ചെത്തി നോക്കണം. അപ്പോൾ പുഴു ചാടുന്ന കാണാം. കണ്ടോ, ഇതാണ് പുഴു. എന്നാ മുഴുത്ത പുഴുവാന്ന് നോക്ക്, കൊമ്പൻ ചെല്ലിയുടെ പുഴു. ഈ കൊമ്പൻ ചെല്ലി അകത്ത് വന്ന് മടലിൻ്റെ അകത്ത് വന്ന് മുട്ടയിട്ട് അവിടെ താമസിക്കുക. അങ്ങനെയാണ് തെങ്ങ് പോകുന്നത്. കണ്ടോ, ഇതുപോലെ വാക്കത്തി കൊണ്ട് ചെത്തി എടുക്കണം. കണ്ടോ, ഈ മടലിൻ്റെയൊക്കെ അകത്താണ് പുഴു ഇരിക്കുന്നത്. കണ്ടോ, വലിയൊരു പുഴു കണ്ടോ.
ചെത്തി വെടുപ്പാക്കി വൃത്തിയാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇങ്ങനെ മുറിച്ചുള്ള വാക്കത്തി കൊണ്ട് ഉണ്ടോ മടലെല്ലാം വെട്ടിക്കളയുക. ഏതാ പുഴു വരുന്നു. നോക്കൂ, എല്ലാം തിന്ന് നശിപ്പിച്ചേക്കുക. ഉണ്ടോ? ഇതേതെ മെറിച്ച് വരുന്നു, നൊരന്നു വരുന്നു. ഓഹോ, ഈ പുഴുവിനെയാണ് കളയേണ്ടത്. എന്നിട്ട് ഇനി അവിടെ എല്ലാം സ്പ്രേ ചെയ്യുക, അതിൻ്റെ ഉള്ളിലെല്ലാം സ്പ്രേ ചെയ്യുക. ഇവിടെ വന്ന് വീഴുന്നു, പിടയ്ക്കുന്നുണ്ട്. ചുവട് ഭാഗം എല്ലാം വൃത്തിയാക്കി വെക്കുക. ഒരു തെങ്ങ കയറിയ പിന്നെ അടുത്ത തെങ്ങയിലും വന്ന് മുട്ടയിടും, കവളയിലെല്ലാം മുട്ടയിടും. അവിടെ അങ്ങനെ വെട്ടിയെടുക്കണം. നല്ലൊരു തെങ്ങായിരുന്നു. നിങ്ങളിങ്ങനെ ഈ മരുന്ന് മേടിച്ചാൽ അടിച്ചു നോക്കുവിനും. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ്